ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പം നേരത്തെ അവിടെ എത്തേണ്ടതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയി. കാരണം രാമനാട്ടുകാരായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം കുറച്ച് ദൂരം കൂടുതലുള്ളതുകൊണ്ടാണ് കുറച്ച് നേരത്താണ് പോയിട്ടുള്ളത്. അത് രാവിലെ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഫ്രണ്ട് കുത്തിക്കൊണ്ട്. ഉറക്കം കൊണ്ട് തെളിഞ്ഞിട്ടൊന്നുമില്ല. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് പോയി അവിടെ നല്ലോണം കത്തിന് ഉറങ്ങിയിട്ടു. അതിൻ്റെ സ്ഥിരം തന്നെയാണ്. വണ്ടി പോകുന്ന സമയത്ത്, ബൈക്ക് പോകുന്ന സമയത്ത് കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് പോയിട്ട് സുഖമായിട്ട് അവനൊക്കെ കിടന്നുറങ്ങും. അവനും കംഫർട്ടാണ്, നമുക്കും ഓക്കെയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടു. പക്ഷേ എത്തിയത് 11 മണിക്കായിരുന്നു. നമ്മളോട് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് വരണ്ടേ, നിൽക്കാതെ പറഞ്ഞത്. പക്ഷേ നമ്മൾ എത്തിയ സമയം ലേറ്റായി, 12:30 പോയിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടെ എത്തിയ സമയത്ത് നിൽക്കാതെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തങ്ങൾ വരാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ നിൽക്കാതെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട്. നമ്മൾ പഴയ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാനുള്ളതാണ് മെയിനായിട്ട്. പിന്നെ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരെ ഉള്ളിലേക്ക് കയറാൻ നോക്കി. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കയറി നേരെ ഫുഡ് കഴിക്കാൻ കയറി. കാരണം എല്ലാവരും പറഞ്ഞു തിരക്ക് കുറവുള്ള ടൈമാണ്, അതുകൊണ്ട് വേഗം കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ നമ്മളെ കൂടെ അതുള്ളതാണല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ഇത് കഴിഞ്ഞ് മുകളിൽ പോയപ്പോൾ സെക്കൻഡ് നിൽക്കാതെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ജിനുവിന് നേരെ ഫ്രണ്ട് വൈഫിൻ്റെ അടുത്താക്കി നേരെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഒരുവിധം എല്ലാവരും ഉണ്ട്. അപ്പം ഇവരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടീമാണത്. വെറുതെ വർക്ക് ചെയ്തെന്ന് പറയാനില്ല, കാരണം ഒരു സമയത്ത് ഒരുമിച്ച് റൂമിൽ ഉറങ്ങി, അതുപോലെ തന്നെ ഒരുമിച്ചൊരു പാത്രം കൈയിട്ട് വാരി തിന്ന്, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കൂട്ടായിട്ടാണത്. പിന്നെ വ്ളോഗ് എടുക്കുന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞാനിതുവരെ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒന്നുമില്ലല്ലോ. അതായത് ഫാമിലി വ്ളോഗ്സ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ഇങ്ങനെ കളിയൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഒരുപാട് പേര് വരാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പേര് ഇതിലിനിയും വരാനുണ്ട്. അവർക്ക് എന്തോ കാരണത്താൽ എത്തിയിട്ടില്ല. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനെ പെണ്ണിന് സ്റ്റേജിൽ നിന്ന് കയറ്റുന്ന ആ ഒരു ടൈമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചത്. അതായത് ഫോട്ടോ എടുത്തതിൽ ഞാനില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം നോക്കുന്ന സമയത്ത് ആ ഫോട്ടോത്തിൽ ഞാനില്ല. പിന്നെ ഇവരെന്നെ എന്നോട് പറഞ്ഞിട്ടോ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ്. അപ്പം ഇത് എൻ്റെ സീനിയേഴ്സാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടീമാണ് ഇവർ. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുകയും ചെയ്തിട്ടോ. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കിയ സമയത്ത് നല്ല വെയിൽ, പിന്നെ പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നി. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അതുവിനപ്പുറം പുറത്ത് പോയി കുറച്ച് കളിക്കുകയും ചെയ്ത് അവിടുന്ന് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ.
ഞങ്ങളത് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് ലോങ് റൂട്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. തിരിച്ച് സ്ട്രൈറ്റിലല്ല. ലാസ്റ്റ് വന്നത് കോടഞ്ചേരി വഴിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കോടഞ്ചേരി എത്തിയ സമയത്ത് നല്ലൊരു മഴ പെയ്തപ്പം അവിടെ കയറിയിരുന്നു. പക്ഷേ കുറച്ച് നനഞ്ഞല്ലോ, കുറച്ച് നേരം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ച ആബുവിന് പ്രശ്നമാണെന്ന് ചോദിച്ചു. പക്ഷേ ആബുവിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവന് നിർത്തി, അതായത് വണ്ടി നിർത്തി കയറിയ സ്ഥലത്ത് നിന്ന് തന്നെ പോയി കണ്ട് ഫുള്ള് നനഞ്ഞ് കുളിച്ചാണ് വന്നത്. ഏകദേശം പിന്നെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ മഴ ചെയ്തിട്ട് കയറി നിന്നാണ്. പക്ഷേ കയറി നിന്നെങ്കിൽ പോലും അവന് ആ മഴയത്ത് പുറത്തേക്ക് പോകണം. കുറേ പ്രാവശ്യം പറഞ്ഞു, അപ്പം പോവാന്നുള്ള രീതിയിൽ. പക്ഷേ അവനെ മഴ കൊണ്ട് കഴിഞ്ഞാൽ പനിക്കല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അവിടെ നിന്ന് ഫുള്ള് നനഞ്ഞ് കുളിച്ച് ആണ് വീട്ടിലേക്ക് പോയത്. കാരണം ഇവന് ഇവിടുന്ന് പുറത്തേക്ക് ഓടിപ്പോവുക, അവിടെ നിന്ന് നനയുക, ഇതെന്താണ് പരിപാടി. അവിടുന്ന് പിന്നെ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞപ്പം വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.